അങ്ങനെ NDA സഖ്യത്തിൻ്റെ ആ ചരിത്ര വിജയം നമുക്ക് അവസാന ലീഡ് നില പരിശോധിക്കുമ്പോൾ 202 NDA, അതോടൊപ്പം 35 NDA സഖ്യം, അതേഴ്സ് 6-ൽ നിൽക്കുകയാണ്. നമ്മളോടൊപ്പം ഐസൻ ജോസ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകുന്നതിനായി. ഐസൻ, അങ്ങനെ NDA സഖ്യം ഒരു വലിയ വിജയത്തിലേക്ക്, ചരിത്ര വിജയത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ RJD ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഒരു കനത്ത പരാജയം തന്നെയാണ്. ഇന്ത്യ മുന്നണിയുടെ, RJDയുടെ, കോൺഗ്രസിൻ്റെ ഒക്കെ ആ പതനത്തെ എങ്ങനെ വിലയിരുത്താം നമുക്ക് ഈ ഘട്ടത്തിൽ? രോഹിണി, കോൺഗ്രസിൻ്റെ പതനത്തെ വിലയിരുത്തേണ്ടത് ഗൗരവമേറിയ ഒരു ചർച്ചയിലൂടെ തന്നെയാണ്. കാരണം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനാ സംവിധാനം തന്നെ ദുർബലമായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് ഈ വളരെ നിസ്സാരമായ സീറ്റുകൾ മാത്രം നേടി ജയിക്കുന്നൊരവസ്ഥ, അതുപോലെ തന്നെ RJDയും ആ ഒരു ഭാരം ചുമക്കുന്നൊരവസ്ഥ വന്നിരിക്കുന്നു. അത്തരത്തിലൊരു ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ഒരു ശക്തമായി നിലനിന്നിരുന്നൊരു പാർട്ടിയെയും കൂടി കൊണ്ടെത്തിക്കുന്ന ഒരവസ്ഥ കോൺഗ്രസ് സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഈ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അസ്വാരസ്യങ്ങൾ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. നേരത്തെ അല്പസമയം മുമ്പാണ് ശശി തരൂർ ഇത് സംബന്ധിച്ചൊരു പ്രസ്താവന നടത്തിയത്. ശശി തരൂരിൻ്റെ പ്രസ്താവനയിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് ഈ ഓർഗനൈസേഷണൽ ഫെയിലിയർ, അല്ലെങ്കിൽ ഈ സംഘടനാപരമായ ദൗർബല്യങ്ങളുണ്ട്, അത് അഭിസംബോധന ചെയ്യപ്പെടുക തന്നെ വേണം. മാത്രമല്ല, ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നിയന്ത്രണം നടത്തിയ, തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് നടത്തിയവരെല്ലാം തന്നെ ഉത്തരവാദികളാണ് എന്ന് കൃത്യമായി കോൺഗ്രസിൻ്റെ മുതിർന്ന പ്രതിനിധിയും അതുപോലെ തന്നെ തിരുവനന്തപുരം MP-യുമായ ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ഗൗരവമേറിയ ഒരു പശ്ചാത്തലം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏത് രീതിയിലാണോ RJD വിജയിച്ചു വന്നത്, ആ RJD വിജയിച്ചു വന്നിരുന്നൊരു പശ്ചാത്തലം ഇല്ലാതായിരിക്കുന്നു. മറിച്ച് ഈ ജംഗിൾ രാജിനെ നേരിടുന്നത് വികസന രാജ് കൊണ്ടാണ് എന്ന കൃത്യമായൊരു ഫോമുലയിലേക്ക് ബീഹാറിലെ ജനങ്ങൾ എത്തിയിരിക്കുന്നു. അതൊന്ന്. മറ്റൊരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ സാധ്യതകളെല്ലാം തന്നെ ഇല്ലാതായിരിക്കുന്ന ഒരു പശ്ചാത്തലം അവിടെ നിലനിൽക്കുന്നു. വികസനത്തെ മാത്രം കൃത്യമായി ആ ജനം അഭിസംബോധന ചെയ്യുന്നു. മറ്റൊരു പ്രധാന വിഷയമാണ് SIR-മായി ബന്ധപ്പെട്ടത്. SIR-മായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏത് രീതിയിലാണ് അവിടെ ഇത്തരത്തിൽ ഇവരുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നതെന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില സൂചകങ്ങളാണ് ഇതിൽ നിന്നും പുറത്തു വരികയും ചെയ്തത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയോടൊപ്പം സഞ്ചരിക്കുക എന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു താല്പര്യം തന്നെയാണ്. നേരത്തെ അത് അനുഭവിച്ചറിഞ്ഞ ഒരു സംസ്ഥാനം എന്നതുകൂടി ആയപ്പോൾ സ്വാഭാവികമായും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള വൻ പുരോഗതിയും എല്ലാം തന്നെ ഇവർക്ക് നേടാനും സാധിച്ചു. ഇത്തരത്തിലുള്ള പല ഘടകങ്ങളും അനുകൂലമായി NDAക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെല്ലാം തന്നെ എതിരായി വരുന്ന ഒരു പശ്ചാത്തലമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. സംഘടനാ തലത്തിലെ ദൗർബല്യങ്ങളുണ്ടായി. ഇതുപോലെ തന്നെ ഈ നേരത്തെ നമുക്കറിയാവുന്നതാണ്, RJD വലിയൊരു അളവിൽ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന, പല സീറ്റുകളിലും തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന 140-ലേറെ സീറ്റുകളിൽ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന ഒരു സാഹചര്യം RJDയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ 61 സീറ്റ് മാത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. ഇത്തരത്തിലൊരു വലിയൊരു ദൗർബല്യം, അതായത് ഒരു ഗ്രാൻഡ് ഓൾഡ് പാർട്ടി, ഇന്ത്യ മുഴുവൻ പടർന്നു കിടക്കുന്ന സംവിധാനങ്ങളുള്ള ഒരു പാർട്ടി എന്ന് അവകാശപ്പെട്ടിരുന്ന പാർട്ടി എന്ന് ഇപ്പോൾ പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ നിരീക്ഷണത്തിൽ നിന്നും, അല്ലെങ്കിൽ ഈ ശശി തരൂർ ഉൾപ്പെടെയുള്ളവരുടെ ആരോപണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഘടനാ ദൗർബല്യം ഇല്ലാതായി സംഘടന തന്നെ ഇല്ലാതാവുന്നൊരു സാഹചര്യം, സ്വാഭാവികമായും ജനങ്ങളിൽ നിന്നും അകലുന്നൊരു സാഹചര്യം. എന്താണോ തെരഞ്ഞെടുപ്പിൽ പറയുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് വികസനത്തെ പറ്റി പറയുമ്പോൾ അതിനെതിരെ പറയുന്നത് മറ്റ് ചില വിഷയങ്ങളാണ്. അത്തരം വിഷയങ്ങളൊന്നും കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ അഭിസംബോധന ചെയ്യാനോ താല്പര്യമില്ല എന്ന ജനത്തിൻ്റെ നിലപാടും മാറ്റത്തിലേക്ക് പോകാനുള്ള ഒരു നിലപാടും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് ജംഗിൾ രാജിൽ നിന്നും വികസന രാജിലേക്ക്, ഇത്തരത്തിലുള്ള പ്രീണന നയങ്ങളിൽ നിന്നും തുല്യതയുടെ നയങ്ങളിലേക്ക് എന്നീ രീതികളിലൊക്കെ ഒരു യഥാർത്ഥ രാഷ്ട്രീയ സ്വഭാവത്തിലേക്ക് ബീഹാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, പ്രബുദ്ധമായിരിക്കുന്നു ബീഹാർ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, അതായത് ഐസൺ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ വികസന രാഷ്ട്രീയം തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടതല്ലേ? അവിടെ മറ്റ് ഗിമ്മിക്കുകൾക്കൊന്നും പ്രാധാന്യമില്ല എന്ന് തന്നെയല്ലേ RJDയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പതനത്തോടെ സൂചിപ്പിക്കുന്നത്? BJP NDA സഖ്യം വികസനത്തിൽ മാത്രമാണ് ലക്ഷ്യം വെച്ചത്. അവർ അതിൽ പൂർണ്ണ വിജയം കണ്ടിരിക്കുന്നു. ഇതൊരു വലിയ മാറ്റമാണ്. ജനത എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ തുടക്കം കൂടിയാവുകയല്ലേ? തീർച്ചയായും ജനത ചിന്തിക്കുന്നത് വികസനത്തിന് മാത്രമാണ്. അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, നമ്മൾ പല കണക്കുകളും കണ്ടു. 75 വിമാനത്താവളങ്ങളുള്ളത് 150 വിമാനത്താവളങ്ങളായി മാറി. ഒരു കൃത്യമായ ഒരു അജണ്ടയായിരുന്നു. അതുപോലെ തന്നെ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങളും, അതായത് ദാരിദ്ര്യത്തിൻ്റെ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യപ്പെടേണ്ട ഒരു ഇടമാണ്. നമുക്ക് അതിനും മറുപടി കൃത്യമായും പ്രധാനമന്ത്രി പലയിടങ്ങളിലായി പറഞ്ഞു. അതായത് 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കിയ സർക്കാർ എന്ന ഒരു അവകാശവാദം പ്രധാനമന്ത്രി പറയുമ്പോൾ, അല്ലെങ്കിൽ
ആ വസ്തുത പറയുമ്പോൾ, അവകാശവാദം എന്ന് പറഞ്ഞ് അതിനെ ചെറുതാക്കാനൊന്നും സാധ്യമല്ല. 25 കോടി ജനങ്ങൾക്ക് ദാരിദ്ര്യത്തിൽ നിന്നും മോചനം നൽകിയെന്ന് പറയുമ്പോൾ അതിൻ്റെ വലിയൊരു ഷെയർ ദരിദ്രരിൽ ഈ നേട്ടമുണ്ടാക്കിയത് ബീഹാറാണ്. സ്വാഭാവികമായും ബീഹാർ ദാരിദ്ര്യത്തിൽ നിന്നും മോചിതമാകുന്ന ഒരു അവസ്ഥയിലെത്തിയ ജനങ്ങളെല്ലാം തന്നെ ഈ സാമൂഹ്യ പുരോഗതി ഇൻഡെക്സിൽ ഈ രാഷ്ട്രം മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ അവരുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നു, അവരുടെ ജീവിത സാഹചര്യം വളരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായും ഓരോ ഘട്ടങ്ങളിലും, അതായത് വളരെ സാധാരണഗതിയിലുള്ള സാധാരണക്കാരായ മനുഷ്യരെല്ലാവരും തന്നെ ഈ തിരിച്ചറിവിലേക്ക് വരുന്നതാണ് ഇപ്പോൾ ഈ വലിയൊരു വിജയത്തിൻ്റെ കാരണം. 200-ലേറെ സീറ്റുകൾ നേടുന്ന ഒരു സാഹചര്യത്തിലേക്ക് NDA സഖ്യം പോകുന്നത് അതീവ ഗൗരവമുള്ളൊരു വിഷയമായി മാറുന്നതിൻ്റെ കാര്യം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പ്രീണന രാഷ്ട്രീയത്തിൻ്റെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെയും ജംഗിൾ രാജ് രാഷ്ട്രീയത്തിൻ്റെയും വഴി മാറി കൃത്യമായും വികസന രാഷ്ട്രീയത്തിൻ്റെയും അതുപോലെ തന്നെ വ്യക്തിഗത സാമൂഹ്യ വികസന സൂചികകളിലും മുന്നോട്ട് പോവുക എന്ന വികസന രാഷ്ട്രീയത്തിൻ്റെയും ഒരു ഘടകമാണ്. അത് പശ്ചാത്തല സൗകര്യ വികസനമാകട്ടെ, മറ്റ് സൗകര്യങ്ങളുടെ വികസനമാകട്ടെ, ആശുപത്രികൾ, അത്തരത്തിലുള്ള നിരവധിയായ വിദ്യാഭ്യാസ രംഗങ്ങളിലൊക്കെയുള്ള വൻ വികസന പദ്ധതികൾ കൃത്യമായും അനുഭവിച്ച ഒരു സംസ്ഥാനം കൂടിയാണ്. ആ സംസ്ഥാനത്തെ വികസന അനുഭവങ്ങൾ തുടരണമെന്ന ഉറച്ച നിലപാട് തന്നെയാണ് തീർച്ചയായും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടിരിക്കുന്നത്. അത് വലിയ തോതിൽ വികസനമാണ് ഇനി അജണ്ട എന്ന ഈ ഭാരതത്തിന് തന്നെ നൽകുന്നൊരു സന്ദേശമാണ്. പലയിടങ്ങളിലും പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള രീതികളിലൂടെ തെരഞ്ഞെടുപ്പ് വോട്ട് ബാങ്കുകൾ ക്രമീകരിക്കുന്ന ചില രീതികളിലൂടെ വിജയിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട്. അതെല്ലാം തന്നെ ഇപ്പോൾ അത് ദക്ഷിണേന്ത്യയിലാണെങ്കിൽ ദ്രാവിഡ വോട്ട് എന്ന രീതിയുണ്ട്. അതുപോലെ തന്നെ ഓരോ ഇടങ്ങളിലും ഓരോ തരത്തിലുള്ള വോട്ട് ബാങ്കുകളെ ഇക്വേഷൻ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം മാറി ഒരൊറ്റ ഇക്വേഷനിലേക്ക് വന്നിരിക്കുന്നു. അത് വികസനമാണ്, സാമൂഹ്യ നീതിയാണ്, തുല്യതയാണ് എന്നൊരു ഇക്വേഷനിൽ വന്നു. ആ ഇക്വേഷൻ തന്നെയാണ് ഈ ലോകത്തിന് അല്ലെങ്കിൽ ഭാരതത്തിന് കൃത്യമായും ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഒരു സന്ദേശവും. അതെ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് ഫല സൂചനകളും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. ശരിയായി സഞ്ജോസാണ് വിവരങ്ങൾ നൽകിയത്. 202 തന്നെ എത്തി നിൽക്കുന്നു ഈ ഘട്ടത്തിലും. അതായത് ഇനി ഈ ട്രെൻഡ് ഒരു രീതിയിലും മാറാൻ പോകുന്നില്ല. എന്തായാലും ഈ ഒരു വലിയ നമ്പറോട് കൂടി നിതീഷ് കുമാറിൻ്റെയും BJPയുടെയും ഒക്കെ ഭരണം ബീഹാറിൻ്റെ മണ്ണിൽ തുടരും എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. മറ്റൊരു സംസ്ഥാനത്തു കൂടി കോൺഗ്രസ് പാർട്ടിക്ക് മേൽവിലാസം ഇല്ലാണ്ടാവുകയാണ്. ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലും ഇന്ന് കോൺഗ്രസിന് സംഘടനാ സംവിധാനം പോലുമില്ല. ഇതായപ്പോൾ ബീഹാറിൽ ഏതാണ്ട് 4 പതിറ്റാണ്ട് കാലം കോൺഗ്രസ് പാർട്ടി അടക്കി ഭരിച്ച ബീഹാറിൽ കൂടി കോൺഗ്രസ് ദയനീയമായി ഇല്ലാണ്ടാകുന്നു. അവിടെയാണ് രാഹുൽ ഗാന്ധിയൊക്കെ എത്രത്തോളം അപ്രസക്തനായ നേതാവാണ് എന്ന് സ്വയം കേരളത്തിലെ മാധ്യമങ്ങൾ വിലയിരുത്തേണ്ടത്. കാരണം ഇപ്പോഴും ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസ് മീറ്റ് ലൈവ് കാണിക്കുന്ന ഏക മാധ്യമങ്ങൾ കേരളത്തിലാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ജനൻ TV മാത്രമാണ് ആ സമയത്ത് മറ്റ് വാർത്തകൾ കാണിക്കുന്നത്. രാഹുൽ ഗാന്ധി ഈ പൊട്ടാത്ത ബോംബും കൊണ്ടുവരുമ്പോൾ ഇവിടെ രാവിലെ മുതൽ ലൈവും അതിൻ്റെ പുറകെയുള്ള പിന്നീട് മാരത്തോൺ ലൈവ് റിപ്പോർട്ടിംഗ് ഒക്കെയാണ്. അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത ദിവസം തന്നെ ആ വസ്തുതകളെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് ഈ വോട്ടർമാർ തന്നെ രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കാണും. അത് കഴിയുമ്പോൾ പറയും ഇപ്പോൾ ഞങ്ങൾ പൊട്ടിച്ചതല്ല നൈട്രജൻ ബോംബ്, വരാനിരിക്കുന്നതാണ്. ഇത് ഒരു തമാശയായി. അത് മാത്രമല്ല, മറ്റൊരു തമാശ കേട്ടില്ലേ ഗൗതം? തേജസ്വി പറഞ്ഞിരിക്കുന്നത് ഈ NDA ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പരാതി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇന്ത്യ മുന്നണിയുടെ ആത്മവീര്യം കെടുത്തുമെന്നുള്ളത്. 5 മണി കഴിയുമ്പോൾ ഫലം മാറി മറിയും എന്നാണ്. അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. എന്തായാലും ലാലുവിന്റെ ആ ഒരു കുടുംബ രാഷ്ട്രീയവും അതും ഏതാണ്ട് അവസാനിക്കുകയാണ്. കാരണം ഒന്നല്ല, മക്കളെല്ലാവരും ചിഹ്നിച്ചെതിരി പല തട്ടിലേക്കാവുന്നു. ഒരു മകൻ 4ാം സ്ഥാനത്താണ്. സ്വന്തം പാർട്ടി രൂപീകരിച്ച് ജനശക്തി ജനതാദൾ എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് സ്വയം മത്സരിച്ച തേജ് പ്രതാപ് യാദവ് സ്വന്തം മണ്ഡലമായിട്ടുള്ള മഹുവയിൽ 4ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബ രാഷ്ട്രീയത്തിനും ജാതി രാഷ്ട്രീയത്തിനുമൊക്കെ എതിരെയുള്ള ഒരു വിധിയെഴുത്താണ് ഇന്നിപ്പോൾ ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. ഒപ്പം ലോക് ജനശക്തി പാർട്ടി പോലെയുള്ള മറ്റ് പ്രാദേശിക കക്ഷികൾ നടത്തിയിട്ടുള്ള മികച്ച പ്രകടനം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ പ്രശാന്ത് കിഷോറിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് കാര്യമായ ഒരു മുന്നേറ്റവും നടത്താൻ കഴിയുന്നില്ല. ഒരുപക്ഷെ പ്രശാന്ത് കിഷോർ വോട്ട് പിടിച്ചിട്ടുണ്ടാകാം. ആ വോട്ട് പിടിച്ചത് ദോഷം ചെയ്തിരിക്കുന്നത് മഹാഗഡ്ബന്ധനെയാണ്. അതായത് BJPക്ക് എതിരെയുള്ള വോട്ടുകൾ അങ്ങോട്ട് ചിഹ്നിച്ചിതറുന്ന കാഴ്ചയുണ്ടായി. അതിനാൽ ജൻ സൂരജ് പാർട്ടിക്ക് MLA-മാർ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇപ്പോൾ ഒരു സീറ്റിൽ പോലും ലീഡ് ചെയ്യുന്നില്ല. ഇടതുപക്ഷത്തേക്ക് എത്തുകയാണെങ്കിൽ CPM-നും CPI-ക്കും ഞാൻ മനസ്സിലാക്കുന്നത് തിരിച്ചടിയാണ്. അവർക്ക് 2 പാർട്ടികൾക്കും CPM-നും CPI-ക്കും 2 സിറ്റിംഗ് സീറ്റുകൾ ഉണ്ടായിരുന്നു. ആ 2 സിറ്റിംഗ് സീറ്റിലും പരാജയം ഉണ്ടായിരിക്കുകയാണ്. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് CPI-ML അവിടെ ഒരു പ്രകടനം നടത്തുന്നുണ്ട്. 7 സീറ്റുകളിൽ ലെഫ്റ്റ് ലീഡ് ചെയ്യുന്നു എന്ന് കാണുന്നത് അത് CPI-ML ആണ്. നമ്മുടെ കേരളത്തിലുള്ള CPM-ഉം CPI അല്ല. അവർ സിറ്റിംഗ് സീറ്റുകളിൽ പോലും പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും അങ്ങനെ NDAയുടെ ചരിത്ര വിജയം 202 എന്നുള്ള സംഖ്യ, മാന്ത്രിക സംഖ്യ. ഒപ്പം ഇന്ത്യ മുന്നണി 35, മറ്റുള്ളവർ 6 എന്നുള്ളതിൽ
ഒതുങ്ങി നിൽക്കുകയാണ്. ഗൗതം, നമ്മൾ പറഞ്ഞതുപോലെ പല വിലയിരുത്തലുകളുമുണ്ട്. എന്തെല്ലാം ഘടകങ്ങളാണ് NDAക്ക് തുണയായത് എന്നുള്ളത് തുടക്കം മുതൽ വിലയിരുത്തപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ പ്രധാനമായും സ്ത്രീ വോട്ടർമാരുടെ കാര്യം വികസനം മുന്നിൽ വെച്ചുകൊണ്ട്, അതുമാത്രമല്ല ഏറ്റവും താഴെ തട്ടിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തനം വളരെ മികച്ചതാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അതിൽ എല്ലാത്തിലും ഉപരി നമ്മൾ പറഞ്ഞതുപോലെ 14 ലക്ഷം കന്നി വോട്ടർമാരാണ്. അവരുടെ ഒരു സ്വാധീനം, യുവതയുടെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് ഒരു വലിയ ഘടകം തന്നെയല്ല. ചില ആരോപണങ്ങളൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ടല്ലോ, അവിടെ തൊഴിലില്ലായ്മ രൂക്ഷമാണ് എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ഇത്രയധികം ഒരു വിജയത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് മറുപടിയാണ് പറയാനുണ്ടാകുക? രോഹിണി, അത് തന്നെയാണ്. അതായത് വികസനത്തിൻ്റെയും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് അനുകൂലമായി എടുത്തിട്ടുള്ള നിലപാടുകളുടെയും ഒരു വിജയം തന്നെയാണ് ഇപ്പോഴത്തെ NDAയുടെ ഈ തുടർഭരണത്തിനായുള്ള വിധിയെഴുത്ത് എന്ന കാര്യത്തിൽ സംശയമില്ല.